അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി ചായയുടെ കൂടെയോ വൈകിട്ടോ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ്. നോൺ വെജ് കറിയോ വെജിറ്റബിൾ കറിയുടെ കൂടെയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് അളവിൽ ചാക്കരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണിത്. ചാക്കരിക്ക് പകരം നമുക്ക് മട്ടയരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചാക്കരിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ അപ്പത്തിന് കുറച്ചും കൂടെ നല്ലൊരു കളർ കിട്ടും. മട്ടയരിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചൊരു കളറിന് ഒരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. മട്ടയരി ആണെങ്കിലും ചാക്കരി ആണെങ്കിലും ഒരു അരക്കപ്പ് എടുക്കുക. അത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ പച്ചരിയാണ്. അപ്പോൾ പച്ചരിയും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നാണ്. ഇതുപോലെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നോ മുഴുവനായിട്ടുള്ള ഉഴുന്നോ നമുക്ക് എടുക്കാവുന്നതാണ്. ഉഴുന്ന് കൂടി പോവരുത്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ അരിക്ക് കറക്റ്റാണ് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്. അപ്പോൾ ഇവ മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിവിടെ ഒരു 5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഇതിവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇതിന് പകരം ഡ്രൈ ഈസ്റ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ കുതിർത്തിയെടുത്ത ഉഴുന്ന് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാടായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഉഴുന്നരച്ച ഈ ഒരു ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പച്ചരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ പച്ചരി ഞാനിവിടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഉഴുന്നിട്ട് കൊടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കേണ്ടത് നമ്മൾ കുതിർത്തി എടുത്തിരിക്കുന്ന ഒരു ചാക്കരിയാണ്. ചാക്കരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ. നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ഈ ഒരു ചാക്കരി ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ചെറിയൊരു മധുരം കൂടെ വരുമ്പോഴാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മാവ് ഇപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ മാവ് വേണ്ടത് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുളിക്കാൻ വെച്ചാൽ മതി. 6 മുതൽ ഒരു 8 മണിക്കൂർ വരെ എടുക്കും നമുക്കത് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലൈമറ്റും കൂടെ അനുസരിച്ച് ടൈമിന് ചിലപ്പം വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 8 മണിക്കൂറൊക്കെ ആയപ്പോഴാണ് മാവൊന്ന് പുളിച്ച് കിട്ടിയത്. ഇതിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയപ്പോൾ കുറച്ച് ഇതിൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു മധുരം വന്നിട്ട് ഈ ഒരു അപ്പം കറി കൂട്ടി കഴിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല മധുരത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം കഴിക്കാൻ പറ്റും.
ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് മധുരം കാണില്ല, ചെറിയൊരു മധുരം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുന്നത്. വട്ടയപ്പമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഏത് പാത്രത്തിലാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിന് എല്ലാ സൈഡും ഇതുപോലെ ഓയിലൊന്ന് തൂത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റീമറിൽ വേണമെങ്കിലും വേവിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ 3 പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നല്ലപോലെ ആവി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു 1/4 അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി മാവ്. കാരണം ഇത് നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടി ഇത് പൊങ്ങി കിട്ടുന്നതാണ്. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് മാവായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. വലിയ പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ സമയം വേണ്ടി വരും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ വെന്ത് വരാനായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആകെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അകവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് ചൂട് പോയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ അരപ്പം വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാനിത് പതിയൊന്ന് ഇളക്കിയെടുക്കുകയാണ്. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ നല്ല നോൺ വെജ് കറിയോ വെജിറ്റബിൾ കറിയോ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.